Good morning all. So നമ്മൾ ഇന്ന് പവർ സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് പവർ സിസ്റ്റം 2 വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ JB ഗുപ്ത, നഗരത്തൻ കോത്താരിയാണ്. ദെൻ കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് റെഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ JB ഗുപ്ത ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിൽ 15,000 ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും. JB ഗുപ്ത ഒബ്ജക്റ്റീവ് ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ് നിങ്ങളെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പവർ സിസ്റ്റത്തിന്റെ ആദ്യത്തെ 2 ക്ലാസ്സിൽ നമ്മൾ കുറെ ബേസിക്സ് ആണ് കണ്ടത്. അപ്പം പവർ സിസ്റ്റം അറിഞ്ഞുകൂടാത്ത ഏതൊരു വിദ്യാർത്ഥിക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ശരിക്കും ഇത് സെക്കൻഡ് ക്ലാസ്സിന്റെ നോട്ട്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ സമ്മറി പറഞ്ഞിരുന്നു. എന്താണ് പെർ യൂണിറ്റ് സിസ്റ്റം, എന്താണ് സ്റ്റാർ കണക്ഷൻ വരുമ്പോൾ, ഡെൽറ്റ കണക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ്, ചേഞ്ച് ഓഫ് ബേസ് എങ്ങനെയാണ് വരിക, ട്രാൻസ്ഫോമർ എന്താണ്. ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ദെൻ പെർ യൂണിറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, പെർ യൂണിറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ആക്ച്വൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ഐ മീൻ ഫോൾട്ട് കറണ്ട്. അപ്പൊ നമ്മൾ ഫോൾട്ടിനെ പറ്റിയാണ് പിന്നീട് പഠിക്കുന്നത്. അപ്പം ഫോൾട്ട് തന്നെ സിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ട്, അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്താണ്, അതിന്റെ ഇക്വേഷൻസ് എന്താണ്, ഫോൾട്ട് വരുമ്പോൾ ഇക്വലന്റ് റിയാക്ടൻസ് എന്ത് വരും, അങ്ങനെ സീരീസ് പാരലൽ കോമ്പിനേഷൻ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസും നമ്മൾ ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതായത് 2 ഗേറ്റ് ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി 2 ഗേറ്റ് ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ PSCയിൽ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നും വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉള്ള 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ഡൗട്ട്സ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ഇനിയാണെങ്കിലും ചോദിക്കാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ആണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ഫോൾട്ട് ആണ്. സോറി, അൺസിമെട്രിക്കൽ കഴിഞ്ഞു. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അൺസിമെട്രിക്കൽ ഫോൾട്ട്. So now we will study about unsymmetrical fault. So എന്താണ് അൺസിമെട്രിക്കൽ ഫോൾട്ട്? സിമെട്രിക്കൽ ഫോൾട്ട് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സിസ്റ്റത്തിൽ, ഒരു പവർ സിസ്റ്റത്തിൽ നമുക്കറിയാം ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ വോൾട്ടേജ് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ്ഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറണ്ട് 2 ഫേസ്, ഒരു A ഫേസ്, വോൾട്ടേജ് കറണ്ട് രണ്ടാമത്തെ ഫേസ്, വോൾട്ടേജ് കറണ്ട് മൂന്നാമത്തെ ഫേസ്. ഈ 3 ഫേസും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാലൻസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പം ഒരു സിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ടായാൽ, ഫോൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പും സിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ടായതിനു ശേഷവും ഈ കണ്ടീഷൻ സെയിം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സിമെട്രിക്കൽ ഫോൾട്ട് എന്ന് വിളിക്കുന്നു. ടൈപ്സ് എന്ന് പറയുന്നത് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ട്രിപ്പിൾ ലൈൻ, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് അല്ല, ട്രിപ്പിൾ ലൈൻ ഫോൾട്ട്, ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, 3 ഫേസ് ഫോൾട്ടുകളെല്ലാം സിമെട്രിക്കൽ ഫോൾട്ട് ആണെന്ന് പറഞ്ഞു. ഇനി അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്താണ്? അൺസിമെട്രിക്കൽ ഫോൾട്ടിനെ നമ്മൾ 3 ടൈപ്പാണ് നമ്മൾ പ്രധാനമായി പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, സെക്കൻഡ് വൺ ഈസ് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, തേർഡ് വൺ ഈസ് ഡബിൾ ലൈൻ ഫോൾട്ട്. ഇത് 3മാണ് അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഫോൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് ബാലൻസ്ഡ് ആയിരിക്കും. ഒരു അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ടായാൽ റിസൾട്ടന്റ് വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ദിസ് ഈസ് VA, VB, VC. വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പം ഇത് തമ്മിൽ ഇതൊന്നും ഈക്വൽ ആയിരിക്കില്ല. ദാറ്റ് ഈസ് VA നോട്ട് ഈക്വൽ ടു VB നോട്ട് ഈക്വൽ ടു VC. അതുപോലെ തന്നെ അപ്പൊ എന്താണ് സിമെട്രി? ബാലൻസ്ഡ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു? ബാലൻസ്ഡ് ആയിരുന്നപ്പോൾ ഓരോ ഫേസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരുന്നു. പക്ഷേ ഒരു അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ടായപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടു? ആ ഒരു 120 ഡിഗ്രി എന്നുള്ള ഫേസ് ഷിഫ്റ്റും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ മാഗ്നിറ്റ്യൂഡും ഡിഫറെന്റ് ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ടായി എന്ന്. ഓക്കെ, പക്ഷെ എന്താണ് അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ
നമുക്ക് പെർ ഫേസ് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു റിയാക്ടൻസ് ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഫേസിന് പെർ ഫേസാ പറയുന്നത്, കാരണം സിമെട്രിക്കൽ ആയതുകൊണ്ട് ഒരു പെർ ഫേസ് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ അൺസിമെട്രിക്കൽ ഫേസ് ആയപ്പോൾ നമുക്ക് ഒരിക്കലും പെർ ഫേസിൽ സംസാരിക്കാൻ പറ്റില്ല. വി cannot do our analysis in per phase. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ അൺസിമെട്രിക്കൽ ഫോൾട്ടിനെ നമ്മൾ എങ്ങനെയെങ്കിലും പെർ ഫേസ് ആക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സോ ഇതിനെ എങ്ങനെ പെർ ഫേസ് ആക്കാം, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറമാണ് ഫോർടെസ്ക്യൂ തിയറം. So the theorem that we use is called Fortescue theorem. ശരിക്കും Fortescue theorem എന്താണ് പറയുന്നത്? Any unsymmetrical n phasor quantity അല്ലെങ്കിൽ n phase quantity, ഇപ്പൊ നമ്മൾ സ്വാഭാവികമായി 3 phase ആ പഠിക്കുന്നത്. n phase quantity can be resolved into n-1 phasor and 1 co-phasal quantity. സോ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 3 ഫേസ്, അപ്പൊ ഇവിടെയാണ് നമ്മുടെ നോർമൽ കേസ് 3 ഫേസ് ആണ്. അപ്പൊ VA, VB, VC 3 ഫേസ് ഉണ്ട്. അവരെന്താണ്, അൺസിമെട്രിക്കൽ ആണ്. അപ്പൊ 3 ഫേസ് ആണെങ്കിൽ നമുക്ക് 2 ഫേസൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. അതായത് 3 അൺസിമെട്രിക്കൽ ക്വാണ്ടിറ്റീനെ 3 ഫേസ് 2 സിമെട്രിക്കൽ ക്വാണ്ടിറ്റിയും ഒരു കോഫേസൽ ക്വാണ്ടിറ്റിയുമായി കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഏതൊക്കെയാണ് ഈ 2 സിമെട്രിക്കൽ ക്വാണ്ടിറ്റിയും ഒരു കോഫേസൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? 2 സിമെട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്ന് പോസിറ്റീവ് സീക്വൻസും മറ്റൊന്ന് നെഗറ്റീവ് സീക്വൻസും, മറ്റൊന്ന് കോഫേസൽ എന്ന് പറയുന്നത് സീറോ സീക്വൻസും. സോ this will be positive, this will be negative and this will be the zero sequence. ഇനി ഇവയൊക്കെ എന്താണെന്ന് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ സെഷനിൽ ക്ലിയർ ചെയ്യാം. പക്ഷേ ഇതിൽ ഡൗട്ട് വരേണ്ട സെഷൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ആദ്യമായി പോസിറ്റീവ് സീക്വൻസ് എന്താണെന്ന് നോക്കാം. സോ പോസിറ്റീവ് സീക്വൻസ്, അപ്പൊ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? സീക്വൻസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഫോർടെസ്ക്യൂ തിയറം എന്തിനാണെന്നാണ് ഞാൻ പറഞ്ഞത്? അൺസിമെട്രിക്കൽ ആയ ക്വാണ്ടിറ്റിനെ സിമെട്രിക്കൽ ആക്കാൻ. അപ്പം സ്വാഭാവികമായും അൺസിമെട്രിക്കൽ ആയിരുന്ന നമ്മുടെ ക്വാണ്ടിറ്റി സിമെട്രിക്കൽ ആയി. അതായത് 2 സിമെട്രിക്കൽ ക്വാണ്ടിറ്റിയും ഒരു കോഫേസൽ ക്വാണ്ടിറ്റി, അതും സിമെട്രിക്കൽ തന്നെയാണ്, പക്ഷെ അതിന് നമ്മൾ കോഫേസൽ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാവും. അപ്പൊ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയി. അതുപോലെ തന്നെ 3 ഫേസും ഈക്വൽ ആയി. നമുക്ക് വോൾട്ടേജ് വെച്ച് തന്നെ പറയാം, വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം, VB, VC അങ്ങനെയായി. ഇതാണ് പോസിറ്റീവ് സീക്വൻസിന്റെ VB, VC അല്ല. നമുക്ക് കൺവെൻഷൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക, ഇങ്ങനെ അങ്ങ് പഠിക്കുക. ഇത് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഒരു കൺവെൻഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ പോസിറ്റീവ് സീക്വൻസ് ആകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക, VA1, VC1, VB1. അപ്പം നോർമലി നമുക്കറിയാം ഏതൊരു മെഷീനും, ഏതൊരു സിങ്ക്രോണസ് മെഷീനും അല്ലെങ്കിൽ ഏതൊരു റോട്ടർ ആണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സിമെട്രിക്കൽ കണ്ടീഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു ആൻഡ് ദ ഓർഡർ ഈസ് VA, VC, VB. അതാണ് പോസിറ്റീവ് സീക്വൻസ്. ഇനി മറിച്ച് നമ്മൾ നെഗറ്റീവ് സീക്വൻസിൽ എത്തുമ്പോൾ അവിടെയും എന്താണ്? അവിടെയും നമുക്കറിയാം അതിന്റെ സിമെട്രി അത് വീണ്ടെടുക്കുന്നു. അതായത് സിമെട്രിക്കൽ കണ്ടീഷനിൽ എത്തുന്നു, 3 ഫേസിലും ഉള്ളത് ഈക്വൽ ആകുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, VB, VC ഇങ്ങനെ മാർക്ക് ചെയ്യണം, VA2, VB2, VC2 ആൻഡ് ദ റൊട്ടേഷൻ ഈസ് ആസ് ഓൾവേസ് ആന്റി ക്ലോക്ക് വൈസ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇത് തമ്മിൽ തിരിഞ്ഞു പോയാൽ ഒരുപാട് ഇടത്ത് നിങ്ങൾക്ക് തെറ്റുപറ്റും. ഇനി സീറോ സീക്വൻസ് എന്താണ്? ശരിക്കും എന്താ പറഞ്ഞത്? കോഫേസൽ എന്ന് പറഞ്ഞു. ശരിക്കും അതും ഒരു സിമെട്രിക് കണ്ടീഷൻ തന്നെ, പക്ഷെ വ്യത്യാസം എന്താണ്? അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും.
വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ, VA0 = VB0 = VC0 തന്നെ. പക്ഷേ ഇപ്പൊ തമ്മിലുള്ള ആംഗിൾ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. സോ ഇത് മൂന്നുമാണ് സീക്വൻസ് കോമ്പോണൻസ്, പോസിറ്റീവ് സീക്വൻസ്, നെഗറ്റീവ് സീക്വൻസ് ആൻഡ് സീറോ സീക്വൻസ്. അപ്പം ഒരു പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഷോർട്ട് കട്ട് കൂടെ പറയാം, അല്ല ഒരു ഓർത്തിരിക്കേണ്ട കുഞ്ഞൊരു കാര്യം കൂടെ പറയാം. എന്താണ്? അപ്പം ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ്, അതിൽ ചോദ്യമില്ല. ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നെഗറ്റീവ് സീക്വൻസ്, ആന്റി ക്ലോക്ക് വൈസിൽ നെഗറ്റീവ്. ACB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സീക്വൻസ്. അത്രയുമേ ഉള്ളൂ. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അപ്പം നിങ്ങൾ ഇപ്പൊ സാർ എന്തോ പറഞ്ഞു വരുന്നേ, 3 അൺനോൺ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അവ അൺസിമെട്രിക്കൽ ആയിരുന്നു, VA, VB, VC. അതിനെ ഇപ്പൊ സാറ് VA1, VC1, VB1, VA2, VB2, VC2, VA0, VB0, VC0 എന്ന് 9 ഡിഫറെന്റ് കണ്ടീഷൻസ് ആക്കി. അതെങ്ങനെ ശരിയാക്കും? അപ്പൊ ഇത് കുറച്ച് കോംപ്ലക്സ് അല്ലേ ആയത്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? VA എന്ന് പറയുന്നത് നമുക്ക് എഴുതാം VA0 പ്ലസ് VA1 പ്ലസ് VA2. അതുപോലെ തന്നെ VB നമുക്ക് എങ്ങനെ എഴുതാം? VB ഈസ് ഈക്വൽ ടു VB0 എന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമുക്കറിയാം VB0 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു VA0 തന്നെയാണ്. അപ്പോൾ നമുക്ക് VB0യുടെ സ്ഥാനത്ത് VA0 എന്ന് തന്നെ എഴുതാം. സോ VA0 പ്ലസ്, അപ്പം ശരിക്കും VB0 പ്ലസ് VB1 ആയിരുന്നു വരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് എഴുതാം. VB1 പ്ലസ് VB2 ആണല്ലോ, ഈക്വൽ ടു VA0 പ്ലസ്, ഇനി ഈ VB1നെ VA1ന്റെ ടേംസിൽ എഴുതണം. എങ്ങനെ എഴുതും? ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഓപ്പറേറ്റർ ആണ് ആൽഫ. ആൽഫ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് അതിനെ നമ്മൾ വിളിക്കുന്നു. ആൽഫ ഈസ് ഈക്വൽ ടു 1 ആംഗിൾ 120, ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആംഗിൾ 240 and 1 plus alpha square is equal to 0. So നമുക്ക് എങ്ങനെ എഴുതാം? VB1നെ നമുക്ക് എങ്ങനെ എഴുതാം? VB1 എന്ന് പറയുമ്പോൾ VA1ഉം VB1ഉം തമ്മിൽ നോക്കുമ്പോൾ we have an angle of 240. സോ എന്താണ് ശരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്? VA0 is equal to ആംഗിൾ 240 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൽഫ സ്ക്വയർ. സോ എന്ത് എഴുതാം നമുക്ക്? VB1 എന്ന് പറയുന്നതിനെ നമുക്ക് ആൽഫ സ്ക്വയർ VA1 എന്ന് എഴുതാം. അപ്പം VB1 എന്നുള്ളത് ഇവിടെയുണ്ട്, VA1ഉം ശ്രദ്ധിച്ചോളൂ, VB1 എന്നുള്ളത് VA1ഉം തമ്മിലുള്ള ആംഗിൾ 240 ആണ്. സോ 1 ആംഗിൾ 240 എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ ആണ്. അപ്പൊ 1നെ സ്ക്വയർ ചെയ്താൽ 1 തന്നെ. സോ ആൽഫ സ്ക്വയർ VA1 എന്നുള്ളത് ഈസ് ഈക്വൽ ടു VB1 ആണ്. പ്ലസ് VB2ൽ ചെന്നപ്പോൾ VA2മായി ആംഗിൾ 120 ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ 120 റെപ്രസെന്റ് ചെയ്താൽ മതി, അതായത് ആൽഫ കാണിച്ചാൽ മതി. ദാറ്റ് ഈസ് ആൽഫ VA2 അല്ലെ? VA0 പ്ലസ് ആൽഫ സ്ക്വയർ VA1 പ്ലസ് ആൽഫ VA2. അതുപോലെ തന്നെ VCയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്ത് വരും? VCയിലേക്ക് ചെല്ലുമ്പോൾ ഇറ്റ് വിൽ ബി സെയിം വേ VA0 പ്ലസ് VC1 നോക്കുമ്പോൾ VA1മായി മേക്ക് ചെയ്യുന്ന ആംഗിൾ 120 ആണ്. സോ ആൽഫ VA1 പ്ലസ് ആൽഫ സ്ക്വയർ, VCയും VAയും തമ്മിലുള്ള ആംഗിൾ 240 ആണ്. സോ ആൽഫ സ്ക്വയർ VA2. സോ അങ്ങനെ നമുക്ക് VA, VB, VC കിട്ടി. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലേ? സോ അതിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? VA, VB, VC എന്നുള്ളത് മെട്രിക്സ് ഫോം ആണ്. ഈക്വൽ ടു 1 1 1 1 ആൽഫ സ്ക്വയർ ആൽഫ 1 ആൽഫ സ്ക്വയർ into VA0 VA1 VA2. അപ്പം നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ട അതേ കാര്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? അതിനെ നമ്മൾ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതി ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ നേടിയെടുത്ത അതേ റിസൾട്ടിൽ നമ്മൾ എത്തും. ഓക്കെ, സോ
ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ഇതെന്താണ്? ഇത് സീറോ സീക്വൻസ്, ഇത് പോസിറ്റീവ് ആൻഡ് ഇത് നെഗറ്റീവ്. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. VABC ഇവിടെ താപ്പവും താഴേന്ന് മുകളിലോട്ടും എഴുതാം. അതിലൊന്നും കാര്യമില്ല. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതണമെന്നേ ഉള്ളൂ. അതൊരു കോൺസെപ്റ്റ്. ഇനി ഇപ്പൊ നമ്മളോട് നമ്മുടെ കയ്യിൽ ABC ഉണ്ട്, നമ്മളോട് സീക്വൻസ് കോമ്പണൻസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഇനി ഇതിന്റെ ഇൻവേഴ്സ് ഒന്നും എടുക്കാൻ പോകണ്ട. അതിന്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അങ്ങ് പഠിച്ചേക്കാം. എന്താണ്? VA0 VA1 VA2 എന്ന് പറഞ്ഞാൽ is equal to 1/3 into 1 1 1 1 ആൽഫ ആൽഫ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഒരു സ്ലൈഡിൽ എഴുതിയത്. ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്നതാണ് 1 ആൽഫ സ്ക്വയർ ആൽഫ is equal to VA VB VC. ഓക്കെ, അപ്പം ഇത് ഈ രീതിയിൽ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്താണെന്ന് പഠിച്ചു. അപ്പൊ അൺസിമെട്രിക്കൽ ഫോൾട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫോർട്ടസ്ക്യൂ തിയറം കൊണ്ടുവന്നു. അവിടെ നമ്മൾ സീക്വൻസ് കോമ്പണൻസിനെ പരിചയപ്പെട്ടു. സീക്വൻസ് കോമ്പണൻസ് ഒക്കെ എന്താണെന്ന് വിശദമായി കണ്ടു. അതിന്റെ ഇക്വേഷൻസ് എഴുതി, അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷനിലെത്തി. രണ്ട് സൈഡും LHSഉം RHSഉം എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം പവർ സിസ്റ്റത്തിൽ സ്റ്റാർ കണക്ഷൻ ഉണ്ടാവാം, ഡെൽറ്റ കണക്ഷൻ ഉണ്ടാവാം. അപ്പൊ ഈ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും മാറി മാറി വരുമ്പോൾ ഈ സീക്വൻസ് കോമ്പോണൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് സ്റ്റാർ കണക്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർ കണക്ഷൻ. അപ്പൊ സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം ഇതായിരിക്കും. So this is star connection. അപ്പം 3 ഫേസ് ഉണ്ടാവും. കറണ്ട് IA, IB, IC. അപ്പം ABC 3 ഫേസ്. അപ്പം ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ന്യൂട്രൽ ഗ്രൗണ്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കാം. അപ്പൊ ന്യൂട്രൽ ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ നമ്മൾ പറയും ഇതാണ് ന്യൂട്രൽ. ന്യൂട്രൽ ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ 3 ഫേസ് സിസ്റ്റം. ന്യൂട്രൽ ഗ്രൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 3 ഫേസ് 4 വയർ സിസ്റ്റം എന്നും പറയും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത് IN എന്നും റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും VAB0. അപ്പൊ ഈ VAB0 എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് VAB? ഒരു സ്റ്റാർ കണക്ഷനിൽ VAB എന്താണ്? ലൈൻ വോൾട്ടേജ് ആണോ, ഫേസ് വോൾട്ടേജ് ആണോ? VAB അതായത് എയും ബിയും തമ്മിലുള്ള ഇടയ്ക്കുള്ള വോൾട്ടേജ്. അത് എന്താണ് ശരിക്കും? ദാറ്റ് ഈസ് ഫേസ് വോൾട്ടേജ്. ദാറ്റ് ഈസ് ആക്ച്വലി ലൈൻ വോൾട്ടേജ്. ഫേസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എ വിത്ത് ന്യൂട്രൽ, അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയാം. ഇത് എയും ബിയും തമ്മിലുള്ള നമ്മൾ എന്ത് പറയും? ലൈൻ വോൾട്ടേജ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ VAB0 എന്തായിരിക്കും? സീറോ സീക്വൻസ് കോമ്പോണന്റ് ഓഫ് ലൈൻ വോൾട്ടേജ്. VAB is the line voltage and VAB0 is the zero sequence component of line voltage. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സീറോ സീക്വൻസ് കോമ്പോണന്റ് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? VA0 is equal to 1/3 into VA plus VB plus VC. അതേ സെയിം കോൺസെപ്റ്റ് നമ്മൾ ഒരു ലൈൻ, അവിടെ കൊടുത്തിരിക്കുന്നത് ഫേസ് ആണ്. അതേ സെയിം കോൺസെപ്റ്റ് നമ്മൾ ഒരു ലൈൻ വോൾട്ടേജിലേക്ക് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? VAB0 is equal to 1/3 into VAB plus VBC plus VCA ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം VAB എന്താണ്? VA minus VB plus VBC എന്താണ്? VB minus VC plus VCA എന്താണ്? VC minus VA. അങ്ങനെയാണെങ്കിൽ ഈ VA ഒക്കെ കട്ടായി പോകും. അങ്ങനെ ആകുമ്പോൾ VAB0 എന്താണ്? 0. സാർ എന്തിനാ സാർ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് സാർ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഫസ്റ്റ് പോയിന്റ്, സീറോ സീക്വൻസ് കോമ്പോണന്റ് ഓഫ് ലൈൻ വോൾട്ടേജ് or current is
0 in a 3-phase 4-wire system. Very important point. First point. Then ini എന്താണ്? ഇത് ചോദിക്കും which of the following is true എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങളൊക്കെ എഴുതി തന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർക്കത്തില്ല, തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ ഐ എൻ എന്താണ്? ഐ എൻ ഈസ് ഈക്വൽ ടു ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി. അങ്ങനെ ആകുമ്പോൾ ഐ എന്നിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഐ എ 0 പ്ലസ് ഐ എ 1 പ്ലസ് ഐ എ 2. അതുപോലെ തന്നെ ഐ ബി എ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഐ ബി 0 എന്ന് പറഞ്ഞാൽ ഐ എ 0 തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും നമുക്ക് എ കോമ്പണന്റ് ബേസിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഐ എ 0 പ്ലസ് ആൽഫ സ്ക്വയർ ഐ എ 1 പ്ലസ് ആൽഫ ഐ എ 2 പ്ലസ് ഐ എ 0 പ്ലസ് ആൽഫ ഐ എ 1 പ്ലസ് ആൽഫ സ്ക്വയർ ഐ എ 2. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവ തമ്മിൽ നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം പോസിറ്റീവ്, അപ്പൊ 1 ആംഗിൾ 120 എന്നുള്ളത് 1 ആംഗിൾ 2 സ്ക്വയർ ആണെങ്കിൽ 1 ആംഗിൾ 240 ആയിരിക്കും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അപ്പം ഫൈനലി എന്താണ് റിസൾട്ട് വരുന്നത്? ഇവ തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. സോ ഫൈനലി വി ഗെറ്റ് ഐ എൻ ഈസ് ഈക്വൽ ടു 3IA0. ഐ എൻ ന്യൂട്രൽ കറന്റ് ഈസ് ഈക്വൽ ടു 3IA0. അപ്പൊ ഒരു 3-phase 4-wire സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ന്യൂട്രലിലൂടെ 0 സീക്വൻസ് കറണ്ട് പോകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. സോ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? Statement number 2 is equal to neutral current only 0 sequence is present. So in neutral current only 0 sequence is present. എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? സ്റ്റാർ കണക്റ്റഡ് 3-phase 4-wire at present. and എന്താണ്? Positive and negative sequence is absent. Neutral current only 0 sequence is present. Positive and negative sequence absent ആണ്. പിന്നീട് ഒരു പോയിന്റ് കൂടെ പറയാൻ പറ്റുന്നത്, ന്യൂട്രൽ അൺഗ്രൗണ്ടഡ് ആണെങ്കിൽ ഐ എൻ 0 ആയിരിക്കും. അപ്പൊ പിന്നെ ഈ വക ഒരു സംസാരത്തിന്റെയും ആവശ്യമില്ല. ന്യൂട്രൽ കറണ്ടേ ഇല്ല ഗ്രൗണ്ട് ചെയ്തില്ലെങ്കിൽ. അപ്പൊ പിന്നെ അത് പോസിറ്റീവ് സീക്വൻസ് ആണോ ഒന്നും സംസാരിക്കണ്ട. ന്യൂട്രൽ ഗ്രൗണ്ടഡ് ആണെങ്കിൽ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 0 സീക്വൻസ് കറണ്ട് മാത്രമായിരിക്കും. ഐ തിങ്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൈതന്യ ഈ സെയിം ഡൗട്ട് എന്നോട് ചോദിച്ചിരുന്നു. നമ്മളത് കവർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പം ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ചോദിച്ചത് ഡെൽറ്റ കണക്ഷനെ പറ്റിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഡെൽറ്റ കണക്ഷൻ? ഇതേ കോൺസെപ്റ്റുകൾ, അതായത് ഡെൽറ്റ കണക്ഷനായ ഒരു സിസ്റ്റത്തിൽ സീക്വൻസ് കോമ്പോണൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്തായിരിക്കും? അതൊരു 3-phase 3-wire സിസ്റ്റം ആയിരിക്കും. അതിനോട് നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഒരു ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഫിഗർ. സോ ദിസ് ഈസ് ഐ എ, ഐ ബി ആൻഡ് ഐ സി. This is A, this is B, this is C. അപ്പം ഇതെന്ന് പറയുന്നത് ICA, this is IBC and this is IAB. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം, ന്യൂട്രൽ ഇല്ല. അപ്പോൾ തന്നെ ന്യൂട്രൽ കറണ്ട് 0 ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. Then second point, IAB. ഇതാണ് IAB. IAB എന്ന് പറയുമ്പോൾ എന്താണ്? ഫേസ് കറണ്ട് ആണോ ലൈൻ കറണ്ട് ആണോ? IAB അതായത് രണ്ട് ഫേസുകളിലിടയിലൂടെ പോകുന്ന കറണ്ട് ആണ് IAB എന്ന് പറയുന്നത്. എന്തായിരിക്കും സ്വാഭാവികമായി? that will be phase current. അപ്പം IAB നമുക്ക് എങ്ങനെ എഴുതാം? IAB 0 plus IAB 1 plus IAB 2. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്തോ ആയാലും ഇവകളൊന്നും തമ്മിൽ ക്യാൻസൽ ആയി പോകില്ല അല്ലേ?
ഒന്നും എന്തായാലും IAB ഈക്വൽ ടു 0 എന്ന് കിട്ടാനുള്ള സ്കോപ്പ് ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? സീറോ സീക്വൻസ് component of current is present in phase current. അപ്പം ഡെൽറ്റ കണക്ഷനിൽ സീറോ സീക്വൻസ് കോമ്പോണന്റ് ഓഫ് കറണ്ട് ഈസ് പ്രസന്റ് ഇൻ ഫേസ് കറണ്ട്. അതേസമയം നമ്മൾ ലൈൻ കറണ്ടിനെ പറ്റി എഴുതുകയാണെങ്കിൽ എന്ത് വരും? ലൈൻ കറണ്ട് എങ്ങനെ വരും? IA എന്നുള്ള ലൈൻ കറണ്ടിനെ നമുക്ക് എന്ത് എഴുതാം? IA എന്ന് പറയുന്നത് ICA മൈനസ് IAB, അതുപോലെ തന്നെ IB എന്ന് പറയുന്നത് IAB മൈനസ് IBC ആൻഡ് IC എന്ന് പറയുന്നത് IBC മൈനസ് ICA. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈൻ കറണ്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? IA0, അതായത് ലൈൻ കറണ്ടിന്റെ സീറോ സീക്വൻസ് കോമ്പോണന്റ്. IA എന്ന് പറയുന്നത് ലൈൻ കറണ്ട് ആണ്. അപ്പം എന്തായാലും ഫേസ് കറണ്ട് 0 ആണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ലൈൻ കറണ്ടിനെ എങ്ങനെ എഴുതാം? അതായത് സീറോ സീക്വൻസ് കോമ്പോണന്റ് എങ്ങനെ എഴുതാം? 1/3 ഇൻറ്റു IA പ്ലസ് IB പ്ലസ് IC എന്ന് എഴുതാം. അപ്പൊ നമ്മൾ പ്രീവിയസിൽ നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു IAക്കൊക്കെ. അപ്പൊ ഇപ്പൊ തമ്മിൽ ക്യാൻസൽ ആയി പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു റിയലൈസേഷൻ ഒക്കെ ചെയ്തത്. ICA മൈനസ് IAB plus IAB minus IBC plus IBC minus ICA equal to 0. So ഇതാണ് ലൈൻ കറണ്ട്. Then point number 1, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ലൈൻ കറണ്ട് സീറോ സീക്വൻസ് കോമ്പോണന്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഡെൽറ്റ കണക്ട് സിസ്റ്റത്തിൽ ലൈൻ കറണ്ടിന്റെ സീറോ സീക്വൻസ് കോമ്പോണന്റ് 0 ആണ്. അതുപോലെ തന്നെ ഫേസ് കറണ്ട് ആണെങ്കിൽ സീറോ സീക്വൻസ് കോമ്പോണന്റ് നോട്ട് ഈക്വൽ ടു 0 നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ കണ്ടു IN ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഓരോന്ന് റിയലൈസ് ചെയ്തത് ഞാൻ റിവേഴ്സ് ഓർഡറിൽ ഒന്നുകൂടെ ഒന്ന് എഴുതി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. സിമ്പിൾ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ. അപ്പം സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ എവിടെ ഏത് ടൈപ്പ് സീക്വൻസ് കറണ്ട് ഉണ്ട് എന്നുള്ളത്, അതായത് ഫേസ് വോൾട്ടേജോ ലൈൻ വോൾട്ടേജോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എവിടെ ഏത് ടൈപ്പ് കറണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇനി സംശയം വരേണ്ട കാര്യമില്ല. സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, സാധാരണഗതിയിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ഡയറക്ട്ലി തരാറ്. ഇത് വിത്ത് പ്രൂഫ് എന്താണ് എവിടെയാണെന്നുള്ള കാര്യം ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സംശയം വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീക്വൻസ് നെറ്റ്വർക്കുകൾ എങ്ങനെ വരയ്ക്കാം. അതായത് ഒരു സിസ്റ്റം എടുത്താൽ സീക്വൻസ് നെറ്റ്വർക്കുകൾ എങ്ങനെ വരയ്ക്കാമെന്നാണ് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഈസ് സീക്വൻസ് നെറ്റ്വർക്ക്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണെങ്കിൽ അതിന്റെ സീക്വൻസ് നെറ്റ്വർക്ക് എങ്ങനെ വരുമെന്ന്. സ്റ്റാർ കണക്റ്റഡ് ലോഡ്. സോ ആദ്യമായി നമുക്ക് വരുന്നത് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണ്. അപ്പം അതിന്റെ ഒരു ഫിഗർ എങ്ങനെ വരും നിങ്ങൾക്കറിയാം. സ്റ്റാർ കണക്റ്റഡ് ലോഡ് എന്ന് പറയുമ്പോൾ സ്റ്റാർ കണക്റ്റഡ് ലോഡ് ഇങ്ങനെയാ വരിക. അപ്പം ന്യൂട്രൽ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. അപ്പൊ നമ്മൾ ന്യൂട്രൽ ഉള്ള ഒരു കേസാണ് എടുത്തത്. അപ്പം ഇപ്പം ഈ സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആകുമ്പോൾ 3 തരം സീക്വൻസും ഇതിലുണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. Z1, Z2, Z0. അതായത് നമുക്കറിയാം ഒരു സിസ്റ്റത്തിൽ അൺസിമെട്രിക്കൽ ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സീക്വൻസ് കോമ്പോണൻസ് ഉണ്ടാവും ഫോർട്ടസ്ക്യൂ തിയറം വെച്ച്. അപ്പൊ ആ സീക്വൻസ് കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ഉണ്ടാവാം. പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജും ഉണ്ടാവാം, പോസിറ്റീവ് സീക്വൻസ് കറണ്ടും ഉണ്ടാകാം. സോ ഒബ്വിയസ്ലി വോൾട്ടേജും കറണ്ടും ഉണ്ടെങ്കിൽ പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസും നെഗറ്റീവ് സീക്വൻസ് ഇംപിഡൻസും സീറോ സീക്വൻസ് ഇംപിഡൻസും അവിടെ ഉണ്ടാകാം. പിന്നെ 3 ഫേസ് ഉണ്ട്, IA, IB, IC, then
this is the neutral impedance Zn and this is In, neutral current. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാർ കണക്ട് സിസ്റ്റം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ Z1 Z2 Z0 ഒക്കെ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് സീറോ സീക്വൻസ്. അപ്പൊ ഇതൊന്നും ഞാൻ ഇനി എടുത്തെഴുതി സമയം കളയുന്നില്ല. അപ്പം ഇനി നമ്മൾ ഈ സ്റ്റാർ കണക്ട് സിസ്റ്റത്തിന്റെ പോസിറ്റീവ് സീക്വൻസ് നെറ്റ്വർക്ക് ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. അപ്പം ഓരോ സിസ്റ്റം എടുത്ത് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് സീറോ സീക്വൻസ്. ലോഡ് എപ്പോഴും സ്റ്റാർ കണക്റ്റഡ്, ഡെൽറ്റ കണക്റ്റഡ് നമ്മൾ അങ്ങനെ അധികം പറയാറില്ല. സ്റ്റാർ കണക്റ്റഡ് ലോഡിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുക. അപ്പം ഇതേ ഫിഗർ തന്നെ നമ്മൾ എങ്ങനെ വരും? പോസിറ്റീവ് സീക്വൻസ് ആകുമ്പോൾ അവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് IA1, IB1, IC1 ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് VA1, VB1, PC1 ആയിരിക്കുമല്ലോ. അപ്പൊ പോസിറ്റീവ് സീക്വൻസ് കറണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? IA1 കറണ്ട് എന്ന് പറയുന്നത് VA1 by Z1 ആയിരിക്കും. IC1 എന്ന് പറയുന്നത് VC1 by Z1 ആയിരിക്കും. IB1 കാരണം പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ, VB1 by Z1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. 3 ഫേസിലെയും പോസിറ്റീവ് സീക്വൻസ് കറണ്ട് നമ്മൾ വരച്ചു. നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ എന്താണ്? സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ 3 ഫേസ് 4 വയർ സിസ്റ്റത്തിൽ ന്യൂട്രലിലൂടെ പോകുന്ന ഏക കറണ്ട് എന്ന് പറയുന്നത് സീറോ സീക്വൻസ് കറണ്ട് മാത്രമാണ്. അപ്പോൾ പോസിറ്റീവ് സീക്വൻസ് വരയ്ക്കുമ്പോൾ അവിടെ ന്യൂട്രൽ കറണ്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാം? ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നത് പോസിറ്റീവ് സീക്വൻസ് മാത്രം. പോസിറ്റീവ് സീക്വൻസിൽ ന്യൂട്രൽ കറണ്ട് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് IN = 0 കൊടുത്തത്. സ്റ്റാർ കണക്റ്റഡ് ലോഡിൽ, സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ന്യൂട്രൽ കറണ്ട് ഉണ്ട്, സീറോ സീക്വൻസ് കറണ്ട് ഉണ്ട്. എവിടെയാണ്? സീറോ സീക്വൻസ് കോമ്പണന്റ് ഉണ്ട്. എവിടെയാണ്? അത് ന്യൂട്രലിലാണുള്ളത്. പോസിറ്റീവ് വരയ്ക്കുമ്പോൾ ന്യൂട്രലിൽ സീറോ സീക്വൻസ് കോമ്പണന്റ് ഇല്ല. അതുകൊണ്ടാണ് IN = 0 എന്ന് കൊടുത്തത്. ഓക്കെ, സോ നമ്മൾ IA1 എന്ന് വരച്ചു. then this is Z1 and ഇതാണ് ന്യൂട്രൽ. അപ്പം അപ് ടു ന്യൂട്രൽ വരെ വരച്ചാൽ മതി. എന്തുകൊണ്ടാണ്? കാരണം IN = 0 പോസിറ്റീവ് സീക്വൻസിൽ. കാരണം IN-ലൂടെ ഉള്ളത് ആകെ നെഗറ്റീവ് സീക്വൻസ് ആണ്. That means only this much and this will be VA1 and നമുക്ക് കിട്ടും VA1 is equal to -IA1 into Z1 ആണല്ലോ. ഇനി ഇതേ കണ്ടീഷനിൽ നമ്മൾ നെഗറ്റീവ് സീക്വൻസ് വരച്ചു. നെഗറ്റീവ് സീക്വൻസ് വരയ്ക്കുമ്പോൾ എന്താണ്? കറണ്ട് എല്ലാം നമ്മൾ കറണ്ടും വോൾട്ടേജും എല്ലാം നമ്മൾ VB2 എന്ന് റെപ്രസെന്റ് ചെയ്യണം. അതാണ്. അതുപോലെ തന്നെ ഇംപെഡൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് Z2 ആയിരിക്കും. അപ്പം അവിടെയും ന്യൂട്രൽ കറണ്ട് 0 തന്നെ, കാരണം ന്യൂട്രൽ കറണ്ടിന്റെ കൂടെ ആകെ ഫോളോ ചെയ്യുന്നത് സീറോ സീക്വൻസ് കറണ്ട് മാത്രമാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് പഠിച്ചു. അപ്പൊ ഇത് ഇവിടെ നമ്മൾ എങ്ങനെ വരയ്ക്കാം? സെയിം വേ. This is IA2, this is VA2, this is Z2 and this is neutral. Neutral താഴോട്ട് വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം IN = 0. ഇക്വേഷൻ എങ്ങനെ വരും? VA2 is equal to -IA2 into Z2. ഈ രണ്ട് കോൺസെപ്റ്റുകൾ കിട്ടി. ഇനി ഇത് എളുപ്പമാണ്. ശരിക്കും നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? സീറോ സീക്വൻസ് കോമ്പോണന്റ് വരയ്ക്കുമ്പോഴാണ്. സീറോ സീക്വൻസ് കോമ്പോണന്റ് എങ്ങനെ വരയ്ക്കാം? ഇവിടെ ആ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. വരച്ചു കളയാം. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്. This is IA0, this is IB0. സീറോ സീക്വൻസ് ആണ്, നമ്മൾ 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇത് VA0, ഇത് VB0, ഇത് VC0, ഇത് Z0, ഇത് Z0, ഇത് Z0 and this is അതിന്റെ ന്യൂട്രൽ ഇംപിഡൻസ് കറണ്ട് IN അതിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പം നമുക്ക് എഴുതാം. അപ്പൊ ഇത് ന്യൂട്രൽ ആണല്ലോ, അപ്പൊ ഇവിടുത്തെ വോൾട്ടേജിന് വേണേൽ നമുക്ക് VN എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം VN എന്ന് പറയുന്നത് 3IA0.
അല്ലേ? സോറി, VN അല്ല, IN എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിച്ചതാ. ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് IN ഈസ് ഈക്വൽ ടു 3Ia0. അങ്ങനെയാണെങ്കിൽ VN നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? VN ഈസ് ഈക്വൽ ടു മൈനസ് IN ഇൻറ്റു ZN. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് വന്നു. സോ മൈനസ് 3Ia0 ഇൻറ്റു ZN. നമ്മൾ റിയലൈസ് ചെയ്ത് ഇവിടെ വെച്ചു. ഇനി നമുക്ക് പഴയ പോലെ തന്നെ ഇതിന്റെ സീക്വൻസ് നെറ്റ്വർക്ക് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. സോ വരച്ചു, ഏതെങ്കിലും ഒരു ഫേസിന്റെ വരച്ചു നോക്കാം. അപ്പൊ നമുക്കറിയാം ഇത് ന്യൂട്രൽ ആണ്. നേരത്തെ കണ്ടീഷനിൽ താഴോട്ട് വരയ്ക്കേണ്ടായിരുന്നു, പക്ഷേ ഇവിടെ IN എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ബിക്കോസ് IN ഈസ് ഈക്വൽ ടു 3Ia0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം IN നോട്ട് ഈക്വൽ ടു 0 ആയ സ്ഥിതിക്ക് താപ്പോട്ടേക്ക് വരയ്ക്കണം. സോ നമ്മൾ താപ്പോട്ടേക്ക് വരച്ചു. സോ നമുക്കറിയാം ഇത് VA0, ഇത് IA0, ഇത് ഇംപിഡൻസ് Z0. ഓക്കെ, ഇംപിഡൻസ് Z0, ഇത് ന്യൂട്രൽ ഇംപിഡൻസ് ZN, അതിലൂടെ പോകുന്ന കറണ്ട് 3Ia0. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്, സീറോ സീക്വൻസ് നെറ്റ്വർക്ക്. പക്ഷേ ഞാൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ്. വാട്ട് യു ഹാവ് ഡൺ ഇസ് റോങ്. ഇതിൽ എന്താണ് തെറ്റ്? കിർച്ചോഫ് കറണ്ട് റൂൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇവിടെ 3Ia0 വന്നിട്ട് ഇവിടെ വരുമ്പോൾ അത് Ia0 ആകുന്നു. ഹൗ ഈസ് ഇറ്റ് കറക്റ്റ്? ദാറ്റ് ഈസ് റോങ്. സോ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 3Ia0 എന്നുള്ള കറണ്ടിനെ കൂടെ Ia0യിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ZN-നെ ഇൻറ്റു 3 ആക്കുക. ഇതങ്ങ് കളയുക. അതായത് നമ്മൾ ചെറിയൊരു സ്കെയിലിംഗ് നടത്തി. സോ Ia0 ഇൻറ്റു 3ZN എന്ന് നമ്മൾക്ക് കിട്ടും. സോ നമ്മൾ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് സീക്വൻസ് നെറ്റ്വർക്ക്. അല്ലാത്ത പക്ഷം അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, സോ VA0 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? VA0 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് Ia0 ഇൻറ്റു Z0 പ്ലസ് 3ZN. വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങോട്ട് പോകുമ്പോൾ ഫോൾട്ട് പഠിക്കുമ്പോൾ Z ഇക്വലന്റ് ഒക്കെ എങ്ങനെ വന്നു എന്നൊക്കെ ഒരുപാട് നമുക്ക് നന്നായിട്ട് തറവായിരിക്കണം ഇതൊക്കെ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് ഒന്നുകൂടെ വീഡിയോ, കാരണം ഈ ഒരു കോൺസെപ്റ്റിൽ പറയേണ്ട സകലമായ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ. ഇനിയിപ്പം ഒരു ഡൗട്ട് വരാം, ന്യൂട്രൽ ഇപ്പം ഗ്രൗണ്ട് ചെയ്തില്ലെങ്കിൽ സീറോ സീക്വൻസ് കറണ്ടേ അവിടെ ഇല്ലല്ലോ. കാരണം സ്റ്റാർ കണക്ടറിൽ സീറോ സീക്വൻസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ന്യൂട്രലിലൂടെയാണ്. അപ്പൊ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്തില്ലെങ്കിൽ സീറോ സീക്വൻസ് കറണ്ട് എന്നുള്ള കോൺസെപ്റ്റേ അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സീറോ സീക്വൻസ് നെറ്റ്വർക്കേ വരയ്ക്കണ്ടല്ലോ. അവിടെ അധികം അങ്ങനെ ഒരു ചോദ്യത്തിൽ പ്രശസ്തി ഇല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആണ്. നമ്മൾ ഓരോന്നിന്റെയും സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കുകയാണ്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് വൺ ഈസ് സീക്വൻസ് നെറ്റ്വർക്ക് ഓഫ് ആൾട്ടർനേറ്റർ. അപ്പം ഇതൊരു സ്റ്റാർ കണക്റ്റഡ് ആൾട്ടർനേറ്റർ. നമുക്കറിയാം ആൾട്ടർനേറ്റർ എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്കൻഡറി ഒക്കെ ഉണ്ടാവും. അത് സ്റ്റാർ കണക്റ്റഡ് ആൾട്ടർനേറ്റർ ആണ്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, നമ്മൾ ഇപ്പൊ സ്റ്റാർ കണക്റ്റഡ് ലോഡിൽ വരച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ എന്താണ് ആൾട്ടർനേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു വോൾട്ടേജ് ജനറേറ്റിംഗ് സോഴ്സ് ആണ്. അപ്പൊ ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ അവിടെ കയറി വരും. പക്ഷെ എല്ലാ സീക്വൻസിലും വരുമോ? ഇല്ല, പോസിറ്റീവ് സീക്വൻസിൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, നോക്കിക്കളയാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് അതിൻ്റെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പം 3 ഫേസിലും ഓരോ വോൾട്ടേജ് സോഴ്സും then അതിൻ്റെ കറണ്ടും മറ്റും. സോ ദിസ് ഈസ് IA, this is IB and this is IC, this is EA, this is EB, this is EC and this is ZN. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? സീക്വൻസ് നെറ്റ്വർക്ക് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാ? നമ്മൾ ആദ്യം ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, പോസിറ്റീവ് സീക്വൻസ് ആണേ വരയ്ക്കുന്നത്, വരച്ചു, വോൾട്ടേജ് സോഴ്സ് കാണിച്ചു. അപ്പം എന്തായാലും ഇവിടെയും നമുക്കറിയാം എന്തായാലും കറണ്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യത്തില്ല. സെയിം കാര്യം തന്നെ, സീറോ സീക്വൻസ് ഇല്ല, നേരെ കോൺസെപ്റ്റ് തന്നെ. അപ്പൊ ഇങ്ങനെ വരച്ചു,
വരച്ചു. ഇപ്പൊ ഇതെന്ന് പറയുന്നത് IA1 VA1 പോസിറ്റീവ് ആകുമ്പോൾ എല്ലാം 1 ആവും. Z1 ഇത് E1, ഇവിടെ ഒരു E1 കൂടെ വരും. ആൻഡ് ദിസ് ഇസ് ന്യൂട്രൽ. അപ്പൊ എന്ത് വരും? VA1 ഈസ് ഈക്വൽ ടു E1 മൈനസ് IA1 ഇൻറ്റു Z1. അത്രയുമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് സാർ പോസിറ്റീവ് സീക്വൻസ് മാത്രം വരുമെന്ന് പറഞ്ഞത്? ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. ആ റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് പോസിറ്റീവ് സീക്വൻസ് ഒക്കെ വരും എന്നുള്ളതൊക്കെയാണ് കോൺസെപ്റ്റ്. അതൊക്കെ സിങ്ക്രോണസ് മെഷീനൊക്കെ ഇച്ചിരൂടെ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും. അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. പോസിറ്റീവ് സീക്വൻസ് വരുമെന്ന് പഠിക്കുക. വോൾട്ടേജ്. ദെൻ നെഗറ്റീവ് സീക്വൻസ് വന്നാൽ സെയിം തിങ്, അതായത് നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ലോഡിൽ പഠിച്ച അതേ കോൺസെപ്റ്റ്, വേറെ ഒരു വ്യത്യാസവുമില്ല. IA2 VA2, this is Z2, this is neutral, so VA2 is equal to minus IA2 into Z2. അങ്ങനെ ഇനി സീറോ സീക്വൻസ് വരുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർ കണക്റ്റഡ് ലോഡിൽ പഠിച്ച അതേ കോൺസെപ്റ്റ് ഇവിടെയും ഫോളോ ചെയ്യണം. ഇതെന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് സോഴ്സ് ആണ്. നമ്മൾ നേരത്തെ ഇനി ഒന്നും പറയണ്ടല്ലോ. ഇത് 3Z ആയത് എങ്ങനെയാണെന്ന് അറിയാം, ഇത് Z0 ആയത് എങ്ങനെയാണെന്ന് അറിയാം, ഇത് IA0 ആണെന്നറിയാം, ഇതെന്ന് പറയുന്നത് VA0 ആണെന്നറിയാം, ഇത് ന്യൂട്രൽ ആണെന്നറിയാം, അവിടുത്തെ കറണ്ടും IA0 ആണെന്നറിയാം. 3IA0 ആണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് IA0 ആക്കി, എല്ലാം അറിയാം. പിന്നെ ഇക്വേഷൻ എന്ന് പറയുന്നത് VA0 is equal to minus IA0 into Z0 plus 3ZN. ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ലോഡ് പഠിച്ചു, സ്റ്റാർ കണക്റ്റഡ് സോഴ്സ് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീക്വൻസ് നെറ്റ്വർക്ക് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. സീക്വൻസ് നെറ്റ്വർക്ക് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പം അതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട. ഒബ്ജക്റ്റീവ് പരീക്ഷകളിൽ വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം പറയണം. എന്താണ്? ABC ട്രാൻസ്മിഷൻ ലൈൻ 3 ഫേസ് ABC. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ZAA is equal to ZBB is equal to ZCC എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ സെൽഫ് ഇംപിഡൻസ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് കോൾഡ് as ZS. അതുപോലെ തന്നെ മ്യൂച്വൽ ഇംപിഡൻസിനെ ZAB ഈക്വൽ ടു ZBC is equal to ZCA. അതിനെ നമ്മൾ മ്യൂച്വൽ ഇംപിഡൻസ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ZM is equal to ZM. then Z0, Z1, Z2, ZS plus 2. ഇപ്പൊ ഇത് എങ്ങനെ വന്നൊന്നും പഠിക്കണ്ട, ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. താല്പര്യമുള്ളവർ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കോളൂ. ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 3 സീക്വൻസ് കറണ്ടുകൾ എന്ത് വരും, അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, അത് എന്താണ്. അപ്പം ZSഉം ZM എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാം, Z0, Z1, Z2 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അത്രയും അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? We can conclude Z0 is equal to ZS plus 2ZM. Z1 is equal to ZS minus ZM. And Z2 is equal to ZS minus ZM. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? Z1 equal to Z2 ആണ്, and it is less than Z0 ആണ്. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, Z1 is equal to Z2 ആണ്, not equal to Z0 ആണ്. അപ്പോൾ ഓപ്ഷൻസിലെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം റിയലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐഡിയ. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർ കണക്റ്റഡ് ലോഡ് പഠിച്ചു, സ്റ്റാർ കണക്റ്റഡ് സോഴ്സ് പഠിച്ചു, അതായത് ആൾട്ടർനേറ്റർ. ദെൻ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ പഠിച്ചു. ഇനി ആരാണ് ബാക്കിയുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരാളോട് ബാക്കിയുണ്ട്. ആരാണ്? ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ 3 സീക്വൻസുകൾ എങ്ങനെ വരയ്ക്കും? ഓക്കെ, അപ്പം ട്രാൻസ്ഫോമറിൽ പോസിറ്റീവ് നെഗറ്റീവ് സീക്വൻസ് വരയ്ക്കാൻ വലിയ സീനൊന്നുമില്ല. കാരണം അതെന്ന് പറയുന്നത്
ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അപ്പോൾ പോസിറ്റീവ് അത് റൊട്ടേറ്റിംഗ് പാർട്ട് ഇല്ല. ഫേസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി മാറ്റുമ്പോൾ ശരിക്കും ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയും കൂടെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് പോസിറ്റീവ് നെഗറ്റീവ് സീക്വൻസിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം പോസിറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് xt1 എന്ന് പറയുന്നത് ദിസ് xt1 ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ് സീക്വൻസ് ആൻഡ് നെഗറ്റീവ് ജസ്റ്റ് അതിനെ ഒരു ഇമ്പിഡൻസ് യൂസ് ചെയ്ത് നമ്മൾ റിയാക്ടൻസ് ഡയഗ്രത്തിൽ വരച്ചില്ലേ, അപ്പോൾ ഒരു ഇമ്പിഡൻസ് യൂസ് ചെയ്ത് അങ്ങ് റെപ്രസെന്റ് ചെയ്താൽ മതി. അവ തമ്മിൽ ഈക്വലുമാണ്, ദേ ആർ ഈക്വൽ ഓൾസോ. ഇനി നമ്മൾക്ക് നമ്മുടെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് സീറോ സീക്വൻസ് കറണ്ട് വരയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സീറോ സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കുമ്പോഴാണ്. അപ്പൊ അതിനായി ഒരു തമ്പ് റൂൾ ഉണ്ട്. യു വിൽ ഹാവ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സൈഡ്. നമ്മൾ ആദ്യം തന്നെ പ്രൈമറിയും സെക്കൻഡറി സൈഡും വരയ്ക്കുന്നു. This is primary and this is secondary. So this is the primary side and this is the secondary side, and this is x naught is equal to jxl. അപ്പം ഇനി ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ. ഇതിനെപ്പറ്റി ഇനി ഒന്നും worried ആവേണ്ട കാര്യമില്ല, കുറിച്ചു വെച്ചോളൂ. അപ്പം ഇതെന്ന് പറയുന്നത് സീരീസ് സ്വിച്ച് ആണ്. ഇത് രണ്ടും 1 and 2 are series switches and 3 and 4 are parallel switches. Okay, അപ്പം നമുക്കറിയാം ട്രാൻസ്ഫോമർ ഒന്നെങ്കിൽ സ്റ്റാർ ഡെൽറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റാർ ആയിരിക്കും, ഡെൽറ്റ എങ്ങനെ പല പല കോമ്പിനേഷൻ വരാം. അപ്പം ഇതില് സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ സീരീസ് സ്വിച്ച് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ പാരലൽ സ്വിച്ച് ക്ലോസ് ചെയ്യുക. അപ്പൊ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ സീരീസ് സ്വിച്ച് ക്ലോസ് ചെയ്യുക, ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ പാരലൽ സ്വിച്ച് ക്ലോസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യമായി സ്റ്റാർ ഡെൽറ്റ, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സ്റ്റാറും സെക്കൻഡറി ഡെൽറ്റയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ സീരീസ് സ്വിച്ച് ക്ലോസ് ചെയ്യുക. പ്രൈമറിയിൽ സ്റ്റാർ കണക്ഷൻ വന്നു, സീരീസ് സ്വിച്ച് ക്ലോസ് ചെയ്യുക. പക്ഷേ ഇവിടെ സ്റ്റാർ കണക്റ്റഡ് ആണെങ്കിൽ പോലും ഇത് ഗ്രൗണ്ട് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഇത് ഓപ്പൺ ആക്കി തന്നെ വെക്കണം. ദിസ് ഇസ് നോട്ട് സ്റ്റാർ ഗ്രൗണ്ടഡ്, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ സെക്കൻഡറിയിൽ എത്തിയപ്പോൾ അവൾ ഡെൽറ്റയാണ്. അപ്പൊ ഡെൽറ്റ ആണെങ്കിൽ പാരലൽ സ്വിച്ച് ക്ലോസ് ചെയ്യുക. സോ ദിസ് ഈസ് ദ സീക്വൻസ് സെന്റർ. ബാക്കി വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഓപ്പൺ ആണല്ലോ. അതൊരു കണ്ടീഷൻ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ, ദിസ് ഈസ് സ്റ്റാർ ഗ്രൗണ്ടഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് സ്റ്റാർ. അതായത് ന്യൂട്രൽ ഗ്രൗണ്ടഡും ഉണ്ട്, ഇസഡനും ഉണ്ട്. ഇങ്ങനെ ഒരു കണ്ടീഷൻ. ഇങ്ങനെ വരുമ്പോൾ എന്ത് വരും? സ്റ്റാർ ആണെങ്കിൽ സീരീസ് സ്വിച്ച് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇവിടെ ധൈര്യമായിട്ട് ക്ലോസ് ചെയ്തു. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. അപ്പം ഡെൽറ്റ ഇല്ലാത്തത്തോളം നമുക്ക് ഉറപ്പായി ഇത് രണ്ടും ഓപ്പൺ ആക്കി ഇട്ടാൽ മതി. ദെൻ അടുത്ത കോൺസെപ്റ്റ് എന്താണ്? അപ്പം ഇത് പ്രൈമറിയിൽ സ്റ്റാറാ, അപ്പം ഇവിടെ ഒരു ഇമ്പിഡൻസും ഉണ്ട്. അപ്പം നമുക്കറിയാം അത് സീറോ സീക്വൻസ് ആകുമ്പോൾ അത് 3Z ആയിരിക്കുമെന്ന് നമുക്കറിയാം. ദെൻ സെക്കൻഡറി സൈഡിൽ എത്തിയപ്പോൾ സ്റ്റാർ ആണ്, സോളിഡ് സ്റ്റാർ ആണ്. അപ്പം അവിടെ വന്ന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഇത്രയും ഉള്ളൂ കാര്യം. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഒരു എക്സാമ്പിളൂടെ പറയാം. സ്റ്റാർ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ക്ലിയർ ആയി കാര്യങ്ങൾ. അപ്പോൾ സ്റ്റാർ ആണെങ്കിൽ സീരീസ് സ്വിച്ച് ക്ലോസ് ചെയ്യുക, സീരീസ് സ്വിച്ച് ക്ലോസ് ചെയ്യുക, ഇങ്ങനെ വരും. ആൻഡ് സെക്കൻഡറി സൈഡിൽ ഡെൽറ്റ ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ബാക്കിയെല്ലാം ഓപ്പൺ ആയിരിക്കും, അത് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പം ശരിക്കും നമ്മൾ നല്ല രീതിയിൽ കുറെ കോൺസെപ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇതിന്റെ 3 തരം ഫോൾട്ട് എങ്ങനെ വരുമെന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് തിയറി എല്ലാം ഒറ്റയടിക്ക് കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫുള്ളി പ്രോബ്ലംസ്, അതായത് ഫോൾട്ടും എല്ലാം കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ്ലി പ്രോബ്ലംസ് മാത്രം ചെയ്യിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതായത് ഫോൾട്ടിലും മൊത്തത്തിലുള്ള. ഓക്കെ, ഇനി നമുക്ക്
ടൈപ്സ് ഓഫ് ഫോൾട്ട് നോക്കാം. അതായത് ടൈപ്സ് ഓഫ് അൺസിമെട്രിക്കൽ ഫോൾട്ട് ഇൻ ഡീറ്റെയിൽ. ടൈപ്സ് ഓഫ് ഫോൾട്ട് എന്നാൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അൺസിമെട്രിക്കൽ ആണ് കേട്ടോ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ സീക്വൻസ് കോമ്പണൻസ് എല്ലാം നല്ല വൃത്തിക്ക് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ we will be studying line to ground fault. So line to ground fault എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റം വരച്ചു. So this is our system. This is IA, IB, IC and okay. അപ്പം നമ്മുടെ കയ്യിൽ ന്യൂട്രലും ഉണ്ട്. This is ZN. So this is EA, EC, this is EB. അപ്പം ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം ഏതെങ്കിലും ഒരു ലൈൻ, അപ്പൊ നമ്മൾ എ ഫേസ് എടുത്തു, അവിടുന്ന് ഗ്രൗണ്ടിലേക്കൊരു ഫോൾട്ട് ഉണ്ടാകുന്നു. ഇവിടുത്തെ വോൾട്ടേജ് സ്വാഭാവികമായി VA, ഇത് VB, ഇത് VC ആണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ഫോൾട്ടിനെ നമ്മൾ ഒരു ഇമ്പിഡൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, ZF. ദെൻ IF കറണ്ട് അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പം ബിഫോർ ഫോൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്താണ് ഫോൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് IA equal to IB equal to IC equal to 0 and VA, VB, VC are balanced. Then ഫോൾട്ട് ഉണ്ടായതിനു ശേഷം ആഫ്റ്റർ ഫോൾട്ട് എന്ത് സംഭവിച്ചു? IA എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ഉണ്ടായി, that become not equal to 0 and VA, VB, VC unbalanced ആയി. And here VA, VB, VC we are balanced. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. എന്താണ് ഇത്? ഒരു റിലേഷൻ കൂടെ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? IB ഈക്വൽ ടു IC ഈക്വൽ ടു 0 തന്നെ. അവിടെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ആ ഒരു ലൈനും ഗ്രൗണ്ടും തമ്മിലാണ് പ്രശ്നം. ഓക്കെ. പിന്നെ നമുക്ക് വേറൊരു ഇക്വേഷൻ എഴുതാം. വേറൊരു കളർ എടുക്കാം. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? VA ഈസ് ഈക്വൽ ടു എന്തെഴുതാം? VA ഈസ് ഈക്വൽ ടു IF ഇൻറ്റു ZF. മൈനസ് ഒന്നും വരത്തില്ല, കാരണം കറണ്ട് ഇങ്ങോട്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മെട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? സീക്വൻസ് കറണ്ടിന്റെ മെട്രിക്സ് റിലേഷൻ എങ്ങനെ എഴുതാം? IA0, IA1, IA2 ആണെങ്കിൽ ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1, 1, 1, 1 alpha, alpha square, 1 alpha square alpha, and this will be IA and IB, IC 0 തന്നെയാണ് ഫോൾട്ട് ആവുമ്പോഴും. അവർ തമ്മിൽ there is no disturbance there. Okay. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഇക്വേഷനെ ഇവിടെ തന്നെ എഴുതാം. എങ്ങനെ എഴുതാം? IA0 is equal to IA/3 which is equal to IA1 is equal to IA2 which is again equal to IF/3 അല്ലേ? ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതൊന്നും ഇതെങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞ് സംശയിച്ചിരിക്കല്ലേ. then you are at 0. ഓക്കെ. ഇത് ഈ ഒരു ഇക്വേഷൻ ഓപ്പൺ ചെയ്താൽ ഇത് കിട്ടും. IA എന്ന് പറയുന്നത് IF തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? IF ഈസ് ഈക്വൽ ടു, നമുക്ക് ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടായപ്പോൾ എത്ര ഫോൾട്ട് ഉണ്ടായെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്ത് മനസ്സിലായി? IF ഈസ് ഈക്വൽ ടു 3IA0. So first conclusion, ഇതെല്ലാം very important questions ആണ്. So what is the first conclusion? The current in zero sequence, comma, positive sequence, comma, negative sequence is same in line to ground fault. ഒന്നാമത്തെ conclusion. അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി. അപ്പം ഈ 3 സീക്വൻസിലുമുള്ള കറണ്ടുകൾ സെയിം ആണെന്ന് മനസ്സിലായി. സോ അതിൽ നിന്ന് നമുക്ക് എന്തു പറയാം? 3 സീക്വൻസിലുമുള്ള കറണ്ടുകൾ സെയിം ആണെങ്കിൽ നമുക്ക് ആ 3 ഇമ്പിഡൻസിനെയും ആ 3 സീക്വൻസ് മൂലമുള്ള ഇമ്പിഡൻസിനെയും സീരീസ് ആയി കണക്ട് ചെയ്തൂടെ?
ഓഫ് കോഴ്സ് ചെയ്യാം, കറണ്ട് സെയിം ആകുമ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിനെ സീക്വൻസ് ആയിട്ട് കണക്ട് ചെയ്തു. ഒബ്വിയസ്ലി അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, ദെൻ ന്യൂട്രൽ ഉണ്ട്, താഴോട്ട് പിന്നെ അതിന്റെ ഇമ്പിഡൻസും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത് 3 × Zn ആണ്, ഇത് Ia0 ആണ്. നമ്മൾ ഈ വക കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കിയതാണ്. സോ ദിസ് ഈസ് Z1, ദിസ് ഈസ് Z2 ആൻഡ് ദിസ് ഈസ് Z0. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് Ia2, Ia0 ആൻഡ് ദിസ് ഈസ് Ia1. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വരും 3ZF. ഓക്കെ, അപ്പോൾ ഇത് ഈ 3 എന്തുകൊണ്ട് വന്നു എന്നൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം ആണല്ലോ. പിന്നെ നമുക്ക് എഴുതാം Ia0 എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഇവിടെ ഇപ്പം ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് VA0 ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് VA2 ആയിരിക്കും. സീരീസ് ആയിട്ടുള്ള ഒരു 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ള അതേ കോൺസെപ്റ്റാണ്. അപ്പൊ Ia0 എന്ന് പറയുമ്പോൾ VA0 by Z0 plus 3Zn. then Ia1 എന്ന് പറയുന്നത് VA1 by Z1 and Ia2 എന്ന് പറയുന്നത് VA2 by Z2 ആണേ. അതുപോലെ നമുക്ക് വേറെ എന്ത് എഴുതാം? Ia0 is equal to Ia1 is equal to Ia2 is equal to എങ്ങനെ എഴുതാം? ഇവിടുത്തെ വോൾട്ടേജ് എത്രയാ? EA1, കാരണം പോസിറ്റീവ് സീക്വൻസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് EA1. EA2 EA0 എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, പഠിച്ചതാ. അപ്പൊ EA1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z0 പ്ലസ് 3ZF അല്ലെ. അപ്പം Z0 എന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. അപ്പൊ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ Z0. അപ്പം ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്ത ഒരു കേസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? Ia0 is equal to Ia1 is equal to Ia2 is equal to EA1 divided by Z1 equivalent plus Z2 equivalent plus Z0 equivalent plus 3ZF. ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ Z0 equivalent എന്തായിരിക്കും? Z0 plus 3ZN. അപ്പൊ നമുക്ക് ഫോൾട്ടിനെ എങ്ങനെ കണ്ടുപിടിക്കാം? IF is equal to 3 into Ia0 is equal to 3 into EA1 divided by Z1 plus Z2 plus Z0 plus 3ZN plus 3ZF. അപ്പം ഇത് നമുക്ക് പെർ യൂണിറ്റിലാണ് കിട്ടിയേ. അപ്പൊ ഇതിന്റെ ആക്ച്വൽ വാല്യൂ എങ്ങനെ പഠിക്കും? IF actual is equal to IF in per unit into MVA divided by √3 into VL. ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ ഈക്വേഷൻ ഒക്കെ നേരത്തെ പഠിച്ചതാ. ഇനി ഇതിൽ നമുക്ക് മറ്റൊന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് MVA എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊരു ചോദ്യം വരാം. ഷോർട്ട് സർക്യൂട്ട് MVA എങ്ങനെ കണ്ടുപിടിക്കും? ഷോർട്ട് സർക്യൂട്ട് MVA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2-3 ഇക്വേഷൻ ഉണ്ട്. എല്ലാം ഞാൻ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതനുസരിച്ച് അങ്ങ് എഴുതിയാൽ മതി. EA ഇൻറ്റു IF ആക്ച്വൽ ആണേ. ഇത് ഇൻ വോൾട്ടേജ്, പെർ യൂണിറ്റ് അല്ല, അതായത് ഫേസ് വോൾട്ടേജ്. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് MVA നമ്മൾ സീക്വൻസ് കോമ്പോണൻസിന്റെ ടേംസിൽ 3 ഇൻറ്റു EA1 ഇൻറ്റു Ia1. അവിടെയും അപ്പോഴും നമ്മൾ റിയൽ വാല്യൂസ് ആണ് എടുക്കേണ്ടത്. ആക്ച്വൽ. ഇനി ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് വേണമെങ്കിൽ ഈസിയായി കണ്ടുപിടിക്കാം. സീക്വൻസ് കോമ്പോണൻസ് ഇൻ പെർ യൂണിറ്റ്. അപ്പൊ ഇത് A1 ഇൻ പെർ യൂണിറ്റ് എപ്പോഴും നമ്മൾ 1 പെർ യൂണിറ്റ് എടുക്കുന്നത് ഇൻറ്റു Ia1 ഇൻ പെർ യൂണിറ്റ്. അങ്ങോട്ട് Ia1 പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ ഇപ്പൊ ഡെറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ സുഖം കണ്ടുപിടിക്കാം. അപ്പൊ പെർ യൂണിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ
ഷോർട്ട് സർക്യൂട്ട് MVA ആക്ച്വൽ വാല്യൂ. ഷോർട്ട് സർക്യൂട്ട് MVA ആക്ച്വൽ വാല്യൂ is equal to ഷോർട്ട് സർക്യൂട്ട് MVA പെർ യൂണിറ്റ് വാല്യൂ ഇൻറ്റു 3 phase MVA ബേസ് MVA. അതായത് എന്തോ ഇവിടെ ചെയ്തേക്കുന്നത്, പെർ യൂണിറ്റ് വാല്യൂ is equal to ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ. ഈ രണ്ട് കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതാണ് എന്ത് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, അതിന്റെ വളരെ വിശാലമായ വിശദീകരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ ശ്രദ്ധയോടെ പതുക്കെ ഇരുന്ന് ഇതെല്ലാം കേട്ട് പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത ഫോൾട്ട് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഒരുമിച്ച് ക്വസ്റ്റ്യൻ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറി പവർ കളക്കാമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഫോൾട്ട് എന്ന് പറയുന്നത് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് കഴിഞ്ഞു, ഇനി ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് വന്നാൽ എന്ത് സംഭവിക്കും? നേരത്തെ പോലെ തന്നെ നമ്മൾ ഫിഗർ വരച്ചു. ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഇത് IA equal to 0, ഇത് EA, EB, EC, ഇത് നമ്മുടെ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്യുന്നു ZN. അപ്പം ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് അല്ല കേട്ടോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അല്ല, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് തന്നെ, പക്ഷെ അതിന് നമ്മൾ ഡബിൾ ലൈൻ ഫോൾട്ട് വേണമല്ലോ. ഡബിൾ ലൈൻ ഫോൾട്ട് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഡബിൾ ലൈൻ ഫോൾട്ട് ആണ് പഠിക്കുന്നത്. ഇപ്പം രണ്ട് ലൈനുകളുടെ ഇടയിലുള്ള ഫോൾട്ട്. അപ്പം സ്വാഭാവികമായി രണ്ട് ലൈനുകളുടെ ഇടയിലുള്ള ഫോൾട്ട്. ഓക്കെ, അപ്പം ZF അങ്ങനെയാണെങ്കിൽ IF എന്ന് വിളിച്ചു. അപ്പം നമുക്കറിയാം ഇവിടുത്തെ വോൾട്ടേജ് VB, ഇവിടുത്തെ വോൾട്ടേജ് VC, കറണ്ട് എന്ന് പറയുന്നത് ഇത് IB, ഈ കറണ്ട് എന്ന് പറയുന്നത് IC. അപ്പം ഫോൾട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ. അപ്പോൾ ഫോൾട്ട് ഉണ്ടായ ശേഷം എന്ത് സംഭവിക്കും? ആഫ്റ്റർ ഫോൾട്ട് ഉണ്ടായതിന് ശേഷം, ആഫ്റ്റർ ഫോൾട്ട് വാട്ട് വിൽ ഹാപ്പൻ? ഫോൾട്ട് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? IB എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഫോൾട്ട് കറണ്ട് IF ഈസ് ഈക്വൽ ടു മൈനസ് IC. കാരണം കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഴുതാം VB minus VC is equal to IF into ZF. VB minus VC is equal to IF into ZF. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ IA0, IA1, IA2 റെപ്രസെന്റ് ചെയ്യുന്നു. Equal to 1/3 into 1 1 1 1 alpha alpha square 1 alpha square alpha 0 IB minus IB അല്ലേ? കാരണം ICക്ക് പകരം മൈനസ് IB എന്ന് എഴുതാം. Then IA0 is equal to 1/3 into IB minus IB. So IA0 എന്ന് പറയുന്നത് ഈക്വൽ ടു 0. IA0 is equal to 0. അപ്പൊ എന്ത് പറയാം? വെരി ഇമ്പോർട്ടന്റ് കൺക്ലൂഷൻ. That is, no zero sequence current flows in case of ലൈൻ ടു ലൈൻ ഫോൾട്ട്. അതായത് ഒരു ലൈൻ ടു ലൈൻ ഫോൾട്ട് വന്നാൽ അവിടെ സീറോ സീക്വൻസ് കറണ്ട് ഇല്ല. IA0യുടെ കാര്യത്തിൽ അതാണ് ഒരു തീരുമാനമായത്. അതേപോലെ തന്നെ നമ്മൾ IA1ലേക്കും ഇതേ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ IA1 is equal to 1/3 into alpha minus alpha square into IB. നിങ്ങൾക്ക് അറിയാം ആൽഫ എന്ന് പറയുന്നത് 1 ∠120 ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് 1 ∠240 ഒക്കെ ആണെന്ന് അറിയാം. അത് അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും പോകണ്ട. ഫൈനൽ ആൻസർ കിട്ടുന്നത് 1/3 into √3 into J into IF.
അങ്ങനെയാണെങ്കിൽ ഐ എഫിനെ നമ്മൾ എങ്ങനെ എഴുതും? നമുക്കറിയാം √3 യും 3 കൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഐ എഫിനെ എങ്ങനെ എഴുതാം? ഐ എഫ് ഈസ് ഈക്വൽ ടു -j√3 × i ആണ്. 1/j എന്നുള്ളത് നമുക്ക് -j എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെയും എഴുതാം. മൈനസിനെ മാറ്റി √3ia1 എന്നുള്ളത് മാഗ്നിറ്റ്യൂഡ് ആക്കിക്കൊണ്ട് ആംഗിൾ ഓഫ് -90 എന്നും എഴുതാം. സിമിലർലി IA2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/3 × α² - α × IB. സോ ഇനിയിപ്പം ഇതിന്റെ ഫർദർ പണിക്കൊന്നും പോകണ്ട. ശരിക്കും കിട്ടുന്നത് IA2 ഈസ് ഈക്വൽ ടു -IA1 എന്നാണ് കിട്ടുക. അപ്പം ഒരു ഡബിൾ ലൈൻ ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സീറോ സീക്വൻസ് കോമ്പണന്റ് അവിടെ ഇല്ല. IA1 ഈസ് ഈക്വൽ ടു -IA2. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡബിൾ ലൈൻ ഫോൾട്ടിൽ. പിന്നീട് ഞാൻ പറഞ്ഞു VB - VC എന്ന് പറയുന്നത് IF × ZF ആണ്. നമുക്ക് ആ ഫിഗറിൽ നിന്ന് കിട്ടിയതാണ്. VB - VC എന്ന് പറയുന്നത് IF × ZF നമ്മൾ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പം അതിലേക്ക് നമുക്ക് VBക്ക് VB0 പ്ലസ് α-VA1 പ്ലസ് α² VA2 എന്ന് എഴുതാം. VCയെ അതുപോലെ തന്നെ VA0 പ്ലസ് α² അങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി ഒരു ഇക്വേഷൻ കിട്ടും. അവിടെ കിട്ടുന്ന ഇക്വേഷൻ ആണ് VA1 - VA2 ഈസ് ഈക്വൽ ടു IA1 × ZF. IA1 × ZF. അതുപോലെ തന്നെ പിന്നീടുള്ളത് IA1 ഈസ് ഈക്വൽ ടു -IA2, അതൊരു ഇക്വേഷൻ. ദെൻ IA0 ഈക്വൽ ടു 0. ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡബിൾ ലൈൻ ഫോൾട്ടിൽ കിട്ടുക. ഇനി ഇതിന്റെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിന്റെ സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കുക. ഇവിടോട്ട് തന്നെ അങ്ങ് വരച്ചേക്കാം. ഇതിന്റെ സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കുക. അപ്പൊ എന്ത് വരും? ഈ ഒരു ഇക്വേഷന്റെ ബേസിലേ പറയുന്നത് കേട്ടോ. അതായത് this is VA1, this is VA2, this is IA1, this is ZF, this is EA1, this is Z2, this is Z1. ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പം IA1 എങ്ങനെ എഴുതാം? അപ്പൊ ഇതാണ് സീക്വൻസ് കോമ്പണന്റ്. ഇത് ഇങ്ങനെ പഠിക്കുക. IA1 അങ്ങനെ കിട്ടും. IA1 ഈസ് ഈക്വൽ ടു ഈ മൂന്ന് ഇക്വേഷനുകൾ, ഈ മൂന്ന് ബോക്സിൽ കിടക്കുന്ന ഇക്വേഷനുകൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഇത് വരച്ചത് കേട്ടോ. ദാറ്റ് മീൻസ് EA1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് ZF. IA1 is equal to EA1 divided by Z1 plus Z2 plus ZF. So this is in per unit. Then IF in actual is equal to IF in per unit into MVA divided by √3 into VL. So IF in നമുക്ക് എന്ത് എഴുതാം? IF is equal to √3 into EA1 divided by Z1 plus Z2 plus ZF. That is per unit. കാരണം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു IF is equal to √3 into IA1 എന്ന് പഠിച്ചായിരുന്നു അല്ലേ? മാഗ്നിറ്റ്യൂഡ്. അത് ഉപയോഗിച്ചാണ് IF-ന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെടുത്തത്. IF ആക്ച്വൽ. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഷോർട്ട് സർക്യൂട്ട് MVAക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ഷോർട്ട് സർക്യൂട്ട് MVA എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഷോർട്ട് സർക്യൂട്ട് MVA is equal to √3 into E into IF actual. ഇതും ഫേസ് വാല്യൂ. ഇതിപ്പോ 11 kV ആണെങ്കിൽ 11 into 10⁻³ അങ്ങനെ വരും. ദെൻ ഷോർട്ട് സർക്യൂട്ട് MVA പിന്നെയും നമുക്ക് കണ്ടുപിടിക്കാം 3 into EA1 into IA1. ആക്ച്വൽ വാല്യൂ ആണ്. നമ്മൾ പറഞ്ഞു പെർ യൂണിറ്റ് വാല്യൂ പറയുമ്പോൾ നമുക്ക് ആക്ച്വൽ എന്നുള്ള എ ആണ് ഇത്. നമ്മൾ പറഞ്ഞു പെർ യൂണിറ്റ് വാല്യൂ പറയുമ്പോൾ നമുക്ക് ×3 വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെർ ഫേസ് ആയതുകൊണ്ട്. ദെൻ ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് എന്ത് വരും? ഇസ് ഈക്വൽ ടു EA1 പെർ യൂണിറ്റ് ഇൻറ്റു IA1 പെർ യൂണിറ്റ്. നേരത്തെ എഴുതിയ പോലെ തന്നെ. അപ്പോൾ പെർ യൂണിറ്റ് വാല്യൂ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് MVA ആക്ച്വൽ എന്ത് വരും?
PA1 per unit എന്ന് പറഞ്ഞാൽ 1 per unit തന്നെയാണ്. അപ്പം ഷോർട്ട് സർക്യൂട്ട് MVA in per unit into base MVA. സോ നമ്മൾ 2 ടൈപ്പ് ഫോൾട്ട് കവർ ചെയ്തു. കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. 3 ഫോൾട്ടും ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഡബിൾ ലൈൻ ഫോൾട്ട്, ഡബിൾ ലൈൻ, ഇത് 3 ഇങ്ങനെ കോളം വരച്ച് സർക്യൂട്ട് എല്ലാം വരച്ച് താഴെ ഇക്വേഷൻ എഴുതി കമ്പയർ ചെയ്ത് പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഇതിലൊന്നും പഠിക്കാനില്ല അല്ലേ. ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പം വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇനി ഒരു ഇതും കൂടെ ഉള്ളൂ, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഏതാണ് നെക്സ്റ്റ് വൺ? ഏതാണ്? ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. സോ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. അപ്പൊ നമ്മുടെ ഫിഗർ അങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇതിൽ നിന്നാണല്ലോ നമ്മൾ ഫോൾട്ട് റിയലൈസ് ചെയ്യുന്നത്. ഇംപെഡൻസ് വരച്ചു. ഓക്കെ, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് അല്ലേ. ഇംപെഡൻസ് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെ വരുമെന്ന് നോക്കാം. അപ്പം ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട്, ഡബിൾ ലൈൻ തമ്മിൽ ഒരു ഫോൾട്ട് ഉണ്ടായി, പിന്നെ അതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫോൾട്ടിന്റെ കളി. സോ ഇത് ZF, ഇത് IF. അപ്പൊ ഇതിലൂടെ IB വരുന്നു, ഇതിലൂടെ IC വരുന്നു. അപ്പൊ IF എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി IB പ്ലസ് IC ആയിരിക്കും. ദെൻ ഇതെന്ന് പറയുന്നത് ന്യൂട്രൽ ഇംപിഡൻസ് ZN ആയിരിക്കും. So this is EA, this is EB, and this is EC, and this is IA equal to 0. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതാം, ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ IF is equal to IB പ്ലസ് IC ആയിരിക്കും. അതുപോലെ തന്നെ VB എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ വോൾട്ടേജ് ആയ VB എന്ന് പറയുന്നത് ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ് VC. സോ VB ഈക്വൽ ടു VC is equal to IF into ZF. അതിലൊന്നും യാതൊരുവിധ സംശയവും ഇല്ല. അതൊക്കെ വെറും കിർച്ചോഫ് വോൾട്ടേജ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്മുടെ മെട്രിക്സ് എഴുതി. IA1 IA2 is equal to 1/3 into 1 1 1 1 alpha alpha square 1 alpha square alpha, and then അപ്പം ഇവിടെ ഈ ഫേസിൽ പ്രശ്നമൊന്നുമില്ല, 0. അപ്പം ഇവിടെ എന്താ എഴുതാം? IB IC പഴയ പോലെ തന്നെ ആണല്ലോ. അപ്പം ഇതിനകത്ത് ഇനി നിങ്ങൾ വലിയ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ പോകണ്ട, കാരണം യു ഡോണ്ട് നീഡ് ദ ഡെറിവേഷൻ. ഫൈനൽ ആൻസർ എന്ന് പഠിച്ചാൽ മതി. IF എന്ന് പറയുന്നത് is equal to 3IA0, and then VB എന്ന് പറയുന്നത് ഈക്വൽ ടു VC എന്ന് പറയുന്നത് IF into ZF. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക ഇൻ കേസ് ഓഫ് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഇനി ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൽ എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം? IA0 is not equal to IA1, is not equal to IA2, is not equal to 0. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൽ അങ്ങനെ ആരും 0 ആവുന്നില്ല, അവ തമ്മിൽ ഈക്വലും അല്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി ഇത് സീരീസിലല്ല കണക്ട് ചെയ്യേണ്ടത്, ഇത് മൂന്നും പാരലൽ ആയിട്ടാണ് വരിക. കാരണം പാരലൽ ആയിട്ട് വരുമ്പോഴാണ് കറന്റ് ഡിഫറെന്റ് ആവുന്നത്, പക്ഷേ വോൾട്ടേജ് അവിടെ സെയിം ആയിരിക്കും, ബിക്കോസ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പം ഒബ്വിയസ്ലി നമ്മൾ അതിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. നമുക്കറിയാം പോസിറ്റീവ് സീക്വൻസ് വരുമ്പോൾ മാത്രം വോൾട്ടേജ് സോഴ്സ് മതി, നെഗറ്റീവ് സീക്വൻസ് വന്നപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഇല്ല. ദെൻ നമ്മുടെ ന്യൂട്രൽ വരച്ചു, സീറോ സീക്വൻസിന്റെ കൂടെ ന്യൂട്രൽ വരച്ചു, ദെൻ ഫോൾട്ടും വരച്ചു. ദിസ് ഈസ് 3ZF. ഇതിലൂടെ വരുന്ന കറണ്ട് ഈസ് IA0, ഇതിലൂടെ വരുന്ന കറണ്ട് ഈസ് IA2, ആൻഡ് ഇതിലൂടെ വരുന്ന കറണ്ട് ഈസ് IA1. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് Z1, ദിസ് ഈസ് Z2, ദിസ് ഈസ് Z0, ആൻഡ് ദിസ് ഈസ് EA1. നമ്മൾ അതെല്ലാം മാർക്ക് ചെയ്തു.
ഇനിയിപ്പോൾ ഇതിന്റെ ഒരു ലോജിക്കലായിട്ട് അങ്ങ് പഠിക്കുക. അപ്പൊ ഇതിലുള്ള സീറോ പോസിറ്റീവ് സീക്വൻസ് കറണ്ട് IA1 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു EA1 ഡിവൈഡഡ് ബൈ Z1 plus Z2 parallel to Z0 plus 3Zn plus 3Zf per unit. അതാണ് IA1. ഇനി ഇതേ സെയിം കോൺസെപ്റ്റ് ആ ഫിഗർ കൂടെ വെച്ച് നോക്കിയാൽ മതി. നമ്മൾ ഡിറൈവ് ചെയ്യുന്നില്ല, ഇതൊക്കെ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളാണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ പ്രോബ്ലം അങ്ങനെ ഒരു PSC എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത, പക്ഷേ ആദ്യത്തെ 2 ഫോൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഇക്വേഷൻ വരുന്നത് Z2 plus Z0 plus 3Zn plus 3Zf in per unit. പിന്നെ ഫോൾട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുക. IF is equal to 3IA0 ആണ്. ഓക്കെ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഈ വലിയ ഇക്വേഷൻസ് ഒന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കാം, ചോദിച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. IF in actually is equal to, ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ, IF in per unit into MVA divided by √3 into KVL. Then short circuit MVA എങ്ങനെ വരും? short circuit MVA is equal to EA1 per unit into IA1 per unit. അതുപോലെ തന്നെ ഇത് പെർ യൂണിറ്റിലാണ്. അപ്പൊ പെർ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ ആക്ച്വൽ എന്ത് വരും? ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് ഇൻറ്റു ബേസ് MVA. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർ യൂണിറ്റ് വാല്യൂ ഈക്വൽ ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനുകളെല്ലാം ഇവിടെ ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല, സെയിം ആൻസർ തന്നെ കിട്ടും. ഒരു പ്രോബ്ലം കൂടെ ഒക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. 3 തരം ഫോൾട്ട് പഠിച്ചു. അതുപോലെ തന്നെ സീക്വൻസ് കോമ്പോണന്റിൽ തുടങ്ങി, നമ്മൾ സീക്വൻസ് കോമ്പോണന്റിൽ തുടങ്ങി, അതായത് ഒരു കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം ഇതെല്ലാം വൃത്തിയായി മനസ്സിലാക്കുക. കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു 50 പ്രോബ്ലംസ് എങ്കിലും നമ്മൾ ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ. ഈ ഒരു ഫോൾട്ട് അനാലിസിസ് നിന്ന് പെർ യൂണിറ്റ് മുതൽ ഫോൾട്ട് അനാലിസിസ്. അപ്പൊ ഇന്ന് ഫോൾട്ട് അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു 50 പ്രോബ്ലംസ് എങ്കിലും നമ്മൾ ഫോൾട്ട് അനാലിസിസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. മുൻ വർഷങ്ങളിൽ PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും പിന്നെ JB ഗുപ്തയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്ത് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. താങ്ക് യു.